ബി.ജെ.പി. കീഴ്ത്തളി ഏരിയ കമ്മിറ്റി വില്ലേജ് ഓഫീസ് ധർണ നടത്തി. സേവനങ്ങൾ വിരൽത്തുമ്പിലെന്ന പരസ്യപ്രചരണം നടത്തുന്ന റവന്യൂ വകുപ്പ് മന്ത്രിയുടെ തൃശൂർ ജില്ലയിലെ സ്വന്തം എം.എൽ.എ. ഉള്ള കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ മേത്തല വില്ലേജ് ഓഫീസ് പരിധിയിൽ ഓൺലൈൻ കരമടച്ച രസീദിന് പകരം കാളവണ്ടി യുഗത്തിലെ കയ്യെഴുത്ത് രസീദാണ് നൽകുന്നത്. ഇതുമൂലം വില്ലേജ് ഓഫീസ് പരിധിയിലെ മാരക രോഗങ്ങളുള്ളവർക്കും വിദ്യാർത്ഥികൾക്കും കിസാൻ സമ്മാൻ നിധി തുടങ്ങിയ സംസ്ഥാന കേന്ദ്ര പദ്ധതികൾ നിഷേധിക്കപ്പെടുകയാണെന്നും ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി.ജെ.പി. സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ.പി. ഉണ്ണികൃഷ്ണൻ പ്രസ്താവിച്ചു. ബി.ജെ.പി. കീഴ്ത്തളി ഏരിയ പ്രസിഡന്റ് അജിത് ബാബു അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് ഇ.ആർ. ജിതേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ബി.ജെ.പി. കീഴ്ത്തളി ഇൻചാർജുമാരായ കെ.എസ്. ശിവറാം, പ്രജീഷ് ചള്ളിയിൽ, പ്രതിപക്ഷ നേതാവ് ടി.എസ്. സജീവൻ, കെ.എ. സുനിൽകുമാർ, കൗൺസിലർമാർ ലിബൻ രാജ്, കെ.ആർ. രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ജനങ്ങൾക്ക് വിവിധ സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ജനങ്ങൾ ആദ്യം ബന്ധപ്പെടേണ്ടത് നമ്മുടെ വില്ലേജ് ഓഫീസിനെയാണ്. അതിന് കാരണം നമ്മുടെ മേഖലയിൽ വരുന്ന മുഴുവൻ ഡാറ്റകളും, അത് ഭൂമിയുടേതാകട്ടെ, ഫാമിലിയുടേതാകട്ടെ, അല്ലെങ്കിൽ ഫാമിലി മെമ്പർമാരുടേതാകട്ടെ, എന്തെല്ലാം ഡാറ്റകളെല്ലാം തന്നെ വർഷങ്ങൾ പഴക്കമുള്ള ഡാറ്റകളെല്ലാം തന്നെ വില്ലേജ് ഓഫീസിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും താലൂക്ക് തഹസിൽദാരാണ് തരേണ്ടതെങ്കിൽ പോലും അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വില്ലേജ് ഓഫീസിൽ നിന്നും വേണം ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ വില്ലേജ് ഓഫീസർ അത് തിരഞ്ഞ് അദ്ദേഹം ആ ജാതിയിൽപ്പെട്ട ആളാണോ എന്ന് തിരഞ്ഞ് പിടിച്ചുകൊണ്ട് അത് കൃത്യമായി സർട്ടിഫൈ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ അത് താലൂക്ക് ഓഫീസർ അംഗീകരിച്ച് അദ്ദേഹം ഒപ്പിട്ട് കൊടുക്കൂ. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ മേഖലയിലെ ഏത് മേഖലയിലെടുത്താലും, നമ്മുടെ രാജ്യത്തിൻ്റെ ഏത് മേഖലയിലെടുത്താലും ആ മേഖലയിലൊക്കെ തന്നെ വില്ലേജ് ഓഫീസുകളുണ്ട്. ആ വില്ലേജ് ഓഫീസുകളിൽ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെയും ഡാറ്റകൾ മുഴുവനുമായിട്ടും ആ വില്ലേജ് ഓഫീസിലുണ്ട്. പക്ഷെ മേത്തല വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേന്ദ്ര സർക്കാരിൻ്റെ നയമാണ് നമ്മുടെ രാജ്യം ഹൈടെക്കിലേക്ക് പോവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം രാജ്യത്തെമ്പാടുമുള്ള എല്ലാ വില്ലേജ് ഓഫീസ് അടക്കമുള്ള എല്ലാ ഗവൺമെൻറ് ഓഫീസുകളും ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് ഓൺലൈൻ സംവിധാനമാക്കി മാറ്റിയിരിക്കുകയാണ്. പക്ഷേ ഇത് രാജ്യത്തെ ഏകദേശം നല്ലൊരു ശതമാനത്തിലേറെ ഓൺലൈൻ സംവിധാനം ആക്കി മാറ്റി അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ മേത്തല വില്ലേജിൽ മാത്രം ഇപ്പോഴും കരമടച്ച രസീത് കൊടുക്കുന്നത് കൈയെഴുത്തായിട്ടാണ്. ഈ കൈയെഴുത്തായിട്ടുള്ള കരമടച്ച റെസീറ്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഓൺലൈനിൽ അത് കൊടുക്കാൻ സാധ്യമല്ല. ഓൺലൈനിൽ വില്ലേജ് ഓഫീസർ ഒപ്പിട്ട് കൊടുക്കുന്ന QR കോഡുള്ള ആ നികുതി അടച്ച റെസീറ്റ് വേണം. ആ നികുതി അടച്ച റെസീറ്റ് ഉണ്ടെങ്കിലോ നമ്മുടെ കിസാൻ സമ്മാൻ നിധി പോലുള്ള, നമുക്കറിയാലോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ കിസാൻ സമ്മാൻ നിധി, കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി നമുക്കറിയാം, വർഷം തോറും 6000 രൂപ വീതം 3 ഗഡുക്കളായിട്ട് പാവപ്പെട്ട കൃഷിക്കാർക്ക് കിട്ടുന്ന ആ പദ്ധതി, ആ പൈസ വാങ്ങാൻ അത് വർഷം തോറും KYC അപ്ഡേറ്റ് ചെയ്യണം. നമുക്കറിയാം